Let me show you the trouble. You better rock it, you'll understand it's just a great trouble. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി മുതൽ GTA 5 എന്ന ഗെയിമിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് GTA 5 സ്റ്റോറി ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ GTA 5 ഗെയിം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ പോകുന്നതും അവിടുത്തെ റിയൽ ലൈഫ് കാര്യങ്ങളുമാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ഡെയിലി ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ബോട്ടിൽ കയറി നമ്മൾ നേരെ പോകുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല, നമുക്ക് വിസയും പാസ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ അമേരിക്കയിൽ പോകുന്നത്. എത്ര ദിവസം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ വച്ചങ്ങ് ഇവിടെയാണ് പോണവരങ്ങ് പോട്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ മൈക്കിൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്കിളിൻ്റെ കേസൊന്നും അറിയത്തില്ല ജോലി. അപ്പം പറഞ്ഞ് പാസ്പോർട്ട് വിസയെല്ലാം നമുക്ക് റെഡിയാക്കാം, അതൊന്നും കുഴപ്പമില്ല, നീ നേരെ അമേരിക്കയിലോട്ട് പോവാ, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ആ മൈക്കിൾ അങ്ങേര് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മൈക്കിൾ അങ്ങേര് സംഭവം നമുക്ക് ജോലി കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ല. കിട്ടുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ നമ്മൾ തേഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് പട്ടിണി കിടക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജോലിയില്ല, കൂലിയില്ല, കയ്യിൽ പൈസ ഇല്ല. ഇപ്പോൾ എൻ്റെ ഒരു കുറച്ച് പൈസയേ ഉള്ളൂ. കുറച്ച് പൈസ കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സ് എടുക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ള പൈസ മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിക്കുക കൂടി പോയി ഒരു മാസം ഫുഡ് കഴിക്കാനുള്ള പൈസയും കാര്യങ്ങളും മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ എന്തായാലും മൈക്കിൾ ജോലി എന്നില്ലെങ്കിൽ പെട്ടുപോകും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളത് അമേരിക്ക ലക്ഷ്യമായിട്ട് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല മഴക്കോളുണ്ട്, പണി കിട്ടുമെന്നറിയില്ല. ഉണ്ടോ, തിരമാലയൊക്കെ ആഞ്ഞടിക്കുകയാണ്, എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മളങ്ങ് വച്ച് വിടുകയാണ്. എന്തായാലും നമ്മൾ ഒരു അടുത്ത ആഴ്ച നമ്മൾ എത്തുള്ളൂ. കാരണം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, അമേരിക്കയിൽ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം വെച്ചാൽ ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമ്മൾ അവിടെയാണ് നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. മൈക്കിൾ അവിടെ ഉണ്ടോയെന്നറിയില്ല. മൈക്കിൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്കിൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് മൈക്കിളിനെ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യം. അപ്പോൾ എന്തായാലും മൈക്കിൾ ജോലി സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റായില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിക്കവാറും അവിടെ കണ്ടത് അമേരിക്ക തെണ്ടേണ്ടി വരും. അപ്പം മൈക്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റോബറിയും കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ബാങ്ക് കുത്തിപ്പൊട്ടിച്ച് പൈസ എടുക്കുക, അതാണ് മൈക്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ സക്സസ് ആയ നമ്മൾ രക്ഷപ്പെട്ട് പിന്നെ നമുക്ക് നാട്ടിൽ വരേണ്ട ആവശ്യമേ ഇല്ല, അവിടെ പൊളിയായിട്ട് ജീവിക്കുക. അപ്പോൾ ബാങ്ക് റോബറിയാണ്, നടക്കുമെന്നും അറിയില്ല, കിട്ടിയ ഭാഗ്യം. അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ ഈ ഒരു ബാങ്ക് റോബറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ 10 കോടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. 10 കോടിയാണ് നമുക്ക് കിട്ടുന്നത്, നാട്ടിലെ 10 കോടി. അപ്പോൾ നമുക്ക് അവിടെ തന്നെ അമേരിക്കയിൽ നല്ല സെറ്റായി ജീവിക്കാം അടിപൊളിയായിട്ട്. പക്ഷേ ഇതൊക്കെ നമ്മളൊരു പ്രതീക്ഷ വെച്ചാണ് നമ്മൾ അമേരിക്കയിൽ പോകുന്നത്. ഇനി എന്താവും എന്നൊന്നും അറിയില്ല, ഇനി അവിടെ പോയാലേ അറിയാവും. മൈക്കിൾ പറഞ്ഞതുപോലെ മൈക്കിൾ പക്ഷേ ഒരു കാര്യം പറഞ്ഞതാണ്. മൈക്കിൾ എന്തെങ്കിലും അത് സെറ്റാക്കി തരുമെന്ന് പറയാൻ സെറ്റാക്കി തരും. അപ്പം നമ്മളെന്തായാലും അവിടെ ലക്ഷ്യമായി നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നടക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വല്ല ടാക്സി വല്ല നമുക്ക് ഓട്ടിക്കാം. മൈക്കിൾ അങ്ങനെയാണ് പറഞ്ഞത്. വേറെ ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടാക്സി ഡ്രൈവർ ആവാം. ടാക്സി ഡ്രൈവർ ആയാലും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇത് നമുക്ക് നടക്കുമോ നോക്കി നോക്കാം. നടന്നില്ലെങ്കിൽ നമുക്ക് ടാക്സി എങ്കിൽ ടാക്സി എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഗൈസ്, നല്ല മഴയാണ്, നല്ല മഴ, നല്ല ഫുൾ തിരമാലയൊക്കെ ആഞ്ഞടിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭയങ്കര പാടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാൻ. കണ്ടോ, തിരമാലയൊക്കെ അടിച്ച് കയറി വരികയാണ്. ഫയർ ചെയ്താണ് തിരമാല കയറി പറഞ്ഞത് ഗൈസ്. ജസ്റ്റ് മിസ്, ഇപ്പോൾ തട്ടിയിൽ നമ്മൾ വീണേനെ ഇപ്പോൾ. നല്ല മഴക്കോളാണ് ഗൈസ്, നല്ല മഴക്കോള്. അപ്പോൾ ഗൈസ്, നമ്മളിതാ കര അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റ് കാണുകയാണ് നമുക്ക് അമേരിക്ക. അങ്ങനെ നമ്മൾ ഗൈസ് ഫൈനലി നമ്മളിതാ അമേരിക്കയിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് അറിയില്ല. കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയ അടി. ഇവിടുത്തെ ടാക്സിക്കൊക്കെ എത്ര രൂപയൊന്നും വാങ്ങുമൊന്നുമില്ല, നമുക്കറിയില്ല. ഇവിടുത്തെ റേറ്റും കാര്യമാണ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളെ തുച്ഛമായിട്ടുള്ള പൈസയും കാര്യങ്ങളും മാത്രമേ കയ്യിലുള്ളൂ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കാർ അടിച്ചുകൊണ്ട് പോവാം, അടക്കമുള്ളൂ. കാർ അടിച്ചുകൊണ്ട് പോയിട്ട് മൈക്കിളിൻ്റെ വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് കാർ അടിച്ചുകൊണ്ട് പോവാം. കാർ അടിച്ചുകൊണ്ട് പോകാതെ വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ടൊക്കെയാണ് അമേരിക്ക. അങ്ങനെ ഗൈസ് നമ്മളതാ രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് അമേരിക്ക. നമ്മളതാ അങ്ങനെ എത്തി ഫൈനലി ഗൈസ്, അമേരിക്ക അമേരിക്ക അമേരിക്ക. അങ്ങനെ ഗൈസ് നമ്മൾ അമേരിക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഈ കരയിൽ ഇതണ്ട നമ്മളെ ഈ ബോട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് നേരെ മെയിൻ റോഡിലോട്ട് കയറാം. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് ഒന്ന് എടുക്കണം. ഇവിടെ ഏതെങ്കിലും കട ഉണ്ടെങ്കിൽ ഡ്രസ്സ് നമുക്കൊന്ന് മാറാം ഫസ്റ്റ്.
പിന്നെ നല്ല നടുവേദനയും കാര്യങ്ങളുണ്ട്. ബോട്ടിൽ ഇരുന്ന് ഊപ്പാടും പദവും വന്ന് നല്ല മഴയും കൂടെ ആയതുകൊണ്ട് ഊപ്പാടും പദവും വന്ന് നനഞ്ഞ് ഊപ്പാട് വന്നിരിക്കുകയാണ്. നല്ല തണുപ്പ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ ഇവിടെ. സൂപ്പർ നല്ല വൈബ്. പക്ഷേ നമുക്ക് പറ്റുന്നില്ല, കാരണം നമ്മൾ ഇനിയിപ്പോൾ ഷർട്ട് വല്ല വാങ്ങിച്ചിടണം, ഷർട്ടോ ജാക്കറ്റോ വല്ല മേടിച്ചിടണം. നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ലക്ഷ്യം വണ്ടി അടിച്ച് മാറ്റാക്കാം. അതാണ് നമുക്ക് ഫസ്റ്റത്തെ നമ്മളെ ലക്ഷ്യം ഗൈസ്. നമുക്ക് ഈ ഒരു കാർ തന്നെ നമുക്ക് കയറാം. നിർത്തറ വണ്ടി. റോട്ടിന്റെ സെന്ററിൽ നിന്ന് മാറിയില്ലടാ പന്നി. പന്നിതിൻ്റെ അച്ഛൻ ഇറങ്ങടാ പന്നി. അയ്യോ എന്റെ കാറ്, എന്റെ നടുവൊഴിഞ്ഞ് നിർത്തടാ പന്നി നിർത്തടാ. ഗൈസ് അങ്ങനെ നമ്മളതായി കാർ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ കാറും കൊണ്ട് അധിക ദൂരം പോകുന്നത് സേഫ് അല്ല, പോലീസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ പോലീസിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ കാർ ജസ്റ്റ് എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് ഒരു ബൈക്ക് എടുക്കാം. ബൈക്ക് എടുത്തിട്ട് നമ്പർ മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ ഓടിച്ചിട്ട് മൈക്കിളിൻ്റെ വീട്ടിൽ അങ്ങനെ എത്തണം. മൈക്കിളിൻ്റെ വീട്ടിൽ എത്തണം, അതാണ് ലക്ഷ്യം. എന്തായാലും നമുക്കൊരു ബൈക്ക് എവിടെയെങ്കിലും നോക്കി നോക്കാം ഗൈസ്. ഇവിടെ ഫ്രാങ്കിള് നീ എവിടെ എത്തിയടാ? ഞാൻ താണ്ട് ഇവിടെ വീട്ടിലുണ്ട്. നീ എപ്പോൾ ഒരു വീട്ടിലോട്ട്? നീ നേരെ ഈ വീട്ടിലോട്ട് വാ. മൈക്കിളെണ്ണ, ഞാൻ താണ്ട് ഇവിടെ ഒരു പെട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാർ എടുത്തിട്ടുണ്ട് വന്നത്, പക്ഷേ അത് പണി കിട്ടിയിരിക്കുകയാണ്. പോലീസിൻ്റെ ബാഗ് കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ബൈക്ക് കൊടുത്ത് നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് വരാം. ഒരു അരമണിക്കൂർ അതാ എത്തി. നീ സൂക്ഷിച്ചൊക്കെ വാ, പോലീസൊക്കെ ഉണ്ട്. നിന്റെ വണ്ടി അടിച്ച് മറ്റാരെങ്കിലും പറഞ്ഞാൽ നീ എന്നെ വിളിച്ചാൽ പോലെ, ഞാൻ നിന്നെ വിളിക്കാൻ വരുമായിരുന്നല്ലോ. അത് കുഴപ്പമില്ലടാ, ഞാൻ ഇപ്പം എത്താം. മൈക്കിളെണ്ണ, ഞാൻ എന്താ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഫ്രാങ്കിളെ നീ ഇവിടെ എത്തിയ? ഞാൻ വിചാരിച്ചു നിന്നെ പോലീസ് വിളിച്ചെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും നീ സേഫായിട്ട് ഇവിടെ എത്തിയല്ലോ. നിനക്ക് തന്നെ ഒരു കോൾ വിളിച്ചാൽ പോലെ, ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വരുമായിരുന്നല്ലോ. നീ എന്തിനാണ് വണ്ടിയൊക്കെ അടിച്ച് മാറ്റാൻ വേണ്ടി പോയത്? നിങ്ങൾക്ക് അറിഞ്ഞൂടെ, എനിക്ക് വിസയില്ല, പാസ്പോർട്ടും ഇല്ല. അവന്മാർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോയാലോ പോലീസ്. അതുകൊണ്ട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ നിങ്ങളെ ഞാൻ നിങ്ങളെ വിളിച്ചപ്പം ഫോൺ കിട്ടിയില്ല. ഞാൻ പിന്നെ നേരെ അടുത്തൊരു കാർ പഠിച്ചുകൊണ്ട് നേരെ വന്നത്. പിന്നെ ആ കാർ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നു. അടുത്തൊരു ബൈക്ക് ഞാൻ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. എൻ്റെ ബൈക്ക് ഞാൻ എടുത്തില്ല. അടുത്ത് ഇനി വല്ല പണിയെല്ലാം കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാൻ മാക്സിമം നടന്നാണ് ഞാൻ അവിടെ എത്തിയത്. മൈക്കിളാണ്, എനിക്കൊരു ജോലി നിങ്ങളെ സെറ്റാക്കി തരണം. നിങ്ങൾ റോബറിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നടക്കുമെന്നില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഒരു വീടും വേണം, നല്ലൊരു ജോലി ഇല്ലെങ്കിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലി. അത് കുഴപ്പമില്ല, ഏത് ജോലിക്ക് വേണമെങ്കിൽ ഞാൻ പോകും. ഫ്രാങ്കളെ, നിന്നെ ഞാൻ വിളിച്ചത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. നിൻ്റെ ഞാൻ ഫോണിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് റോബറിയുടെ കാര്യം. അപ്പോൾ ഞാൻ സീരിയസാണ് നിൻ്റെ പറഞ്ഞത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം. ഞാൻ മാത്രമല്ല, ട്രെവറും ഞാനും കൂടിയാണ് ഈ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാണ്. നമുക്കൊരു വർക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് കമ്പനിക്ക് ഏകദേശം നമുക്കൊരു 50 കോടിയാണ് ഇതിൽ. 50 കോടിയുടെ നമുക്ക് റോബറിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ബാക്കി കമ്പനിക്ക് പോയാലും എന്തായാലും കമ്പനി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 10 കോടി, ട്രെവറിന് 10 കോടി, നിനക്ക് 10 കോടി. നിനക്ക് കൂടെ താല്പര്യമാണെങ്കിൽ നിനക്ക് 10 കോടി, എനിക്ക് 10 കോടി, ട്രെവറിന് 10 കോടി. നിനക്ക് താല്പര്യമുണ്ടോ ഇല്ലേ? യെസ് ആ നോയ? അത് നീ എൻ്റെ അടുത്ത് പറ. നമുക്ക് നാളെ തന്നെ വർക്ക് തുടങ്ങാം. എന്ത് പറയണേ നീ? എന്ത് പറയാൻ മൈക്കിളണ്ണ, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി, അത്രേ ഉള്ളൂ. ബാങ്ക് റോബറി എങ്കിൽ ബാങ്ക് റോബറി, എന്തിനു വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. പോലീസ് പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. എങ്ങനെ എനിക്കൊന്ന് രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. ഫ്രാങ്കളെ, അപ്പോൾ നമുക്ക് ഇന്നേരം മിഷൻ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഞാൻ ഒരു വീട് തരാം. എൻ്റെ പേരിലൊരു വീട് കിടപ്പുണ്ട്, കുറച്ച് മുകളിലോട്ടാണ്. അപ്പം നമുക്ക് ആ വീട് ഞാൻ നിനക്ക് തരാം. പിന്നെ അവിടെ ഒരു ഡോഗ് കൊണ്ട് ചോപ്പ്, അപ്പോൾ നിനക്ക് അവൻ ഒരു കൂട്ടുമാവും. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ മിഷൻ കണ്ടിന്യൂ ചെയ്യാം. നിനക്ക് ഇനി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ മിഷൻ കണ്ടിന്യൂ ചെയ്യാം. നീ വല്ല കഴിച്ച ഫുഡ്? എന്നാൽ നീ ഫസ്റ്റ് പോയി ഫുഡ് കഴിക്കാം. വാ, റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് കിടന്ന് ഉറങ്ങും. നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ പ്ലാൻ ചെയ്ത് പോവാം. ഓക്കെ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടക്കും. പിന്നൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഓപ്പറേഷൻ സമയത്ത് ആരും ആരുടെയും പേര് വിളിക്കാൻ പാടില്ല. നമ്മൾ ആരൊക്കെയാണെന്ന് ഒരു തെളിവും പോലീസിന് കിട്ടരുത്. നമ്മുടെ നാട്ടിൽ കോഴി മോഷ്ടിക്കുന്നത് പോലെയുള്ളൂ അമേരിക്കയിൽ ബാങ്ക് റോബറി ചെയ്യുന്നത്. കോഴിയായാലും ബാങ്കായാലും മോഷണം തന്നെ. അകത്തായാലും 3 നേരം ബോധമുണ്ടെങ്കിലും കിട്ടും.
ഫ്രാങ്കിളെ പെട്ടെന്ന് വണ്ടിയിട്, ഇവിടെ അതിന് നിൽക്കല് പണി കിട്ടും. പെട്ടെന്ന് വണ്ടിയിട്. എല്ലാവരും വണ്ടി എടുത്തു. ഫ്രാങ്കിളെ, നിനക്ക് 10 കോടി, ട്രെവറിന് 10 കോടി, എനിക്ക് 10 കോടി. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മിഷൻ സക്സസ് ആവുമെന്ന്. അതുപോലെ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ലോസ് ഏഞ്ചൽസിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുക. നിനക്കിനി പണിക്ക് ഒന്നും പോണ്ട, അത്രയ്ക്ക് പൈസയാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. ഇനി നമ്മൾ ലോസ് ഏഞ്ചൽസിൽ ഒരു വിലസും. അപ്പോൾ ഗൈസ്, നമ്മൾ അത്രയും പറഞ്ഞ് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. എല്ലാവർക്കും ബൈ.